ഒരു മെട്രിക്സിന്റെ റോയും കോളവും പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന മെട്രിക്സിനെയാണ് അതിന്റെ ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി A ഈക്വൽസ് മെട്രിക്സ് 2 -3 -1 -7 -3 -1 എന്ന 3/2 മെട്രിക്സ് നോക്കാം. ഈ മെട്രിക്സിനെ റോയും കോളവും മാറ്റി മറ്റൊരു മെട്രിക്സ് ആക്കി നമുക്ക് എഴുതി നോക്കാം. ഇപ്പോൾ കിട്ടിയ മെട്രിക്സിനെയാണ് നമ്മൾ എയുടെ ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്പോസിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആണ് ഒന്നുകിൽ എ ട്രാൻസ്പോസ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എ പ്രൈം എഴുതാം. ഇവിടെ എഴുതിയ ട്രാൻസ്പോസ് മെട്രിക്സ് നോക്കൂ. എയുടെ ഫസ്റ്റ് റോ 2 3 ഇവിടെ ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളമായിട്ട് മാറി. എയുടെ സെക്കൻഡ് റോ ട്രാൻസ്പോസിന്റെ സെക്കൻഡ് കോളമായിട്ട് മാറി. എയുടെ തേർഡ് റോ ട്രാൻസ്പോസിന്റെ തേർഡ് കോളമായിട്ട് മാറി. അതുപോലെ എയുടെ ഫസ്റ്റ് കോളം ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോ ആയിട്ട് മാറി. എയുടെ സെക്കൻഡ് കോളം ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോ ആയിട്ട് മാറി. ഇങ്ങനെ ഒരു മെട്രിക്സിലെ റോയും കോളവും പരസ്പരം മാറ്റി എഴുതിയാൽ അതിന്റെ ട്രാൻസ്പോസ് നമുക്ക് ലഭിക്കും. So, the transpose of a matrix is defined as the matrix obtained by interchanging the rows and columns of a matrix. എയുടെ ഓർഡർ നോക്കൂ, 3/2 ആണ്. എ ട്രാൻസ്പോസിൻ്റെതോ 2/3. അപ്പോൾ ഒരു m/n മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അതിന്റെ ഓർഡർ n/m ആയിരിക്കും. റോയും കോളവും പരസ്പരം മാറി m/n ട്രാൻസ്പോസ് n/m ആവും. അതുപോലെ തന്നെ എയുടെ ijth എലമെന്റ് എ ട്രാൻസ്പോസിന്റെ jith എലമെന്റ് ആയിട്ട് മാറും. സ്ഥാനവും മാറും. എയുടെ ijth എലമെന്റ് എ ട്രാൻസ്പോസിന്റെ jith എലമെന്റ് ആയി മാറും. അപ്പൊ ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു, അതിന്റെ ട്രാൻസ്പോസ് കണ്ടു. ഈ ട്രാൻസ്പോസിനെ ഒരു തവണ കൂടി നമുക്ക് ട്രാൻസ്പോസ് ആക്കി നോക്കാം. അതായത് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്താ കിട്ടിയത്? പഴയ എ തന്നെ. ഒരിക്കൽ തിരിച്ചിട്ടു, പിന്നെ ഒന്നും കൂടെ തിരിച്ചിട്ടാൽ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ എത്തി. അതായത് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എ ആണ്. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് is equal to A. Now another example. A equals matrix 3 2 -1 -3 5 0. എന്തായിരിക്കും എ ട്രാൻസ്പോസ്? A transpose is equal to matrix 3 -3 2 5 -1 0. നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഉദാഹരണമായി 2 ആയിക്കോട്ടെ. 2a കാണും. എങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മെട്രിക്സിനെ? മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2 into matrix 3 2 -1 -3 5 0. മൾട്ടിപ്ലൈ എവറി എലമെന്റ് by 2. എന്താ കിട്ടിയ ആൻസർ? 6 4 -2 -6 10 0. അപ്പോൾ എ എന്ന മെട്രിക്സിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2a കണ്ടുപിടിച്ചു. ഇനി 2a എന്ന് ട്രാൻസ്പോസ് ആക്കാം. 2aയുടെ റോയും കോളവും പരസ്പരം മാറ്റി 2a ന്റെ ട്രാൻസ്പോസ് 6 -6 4 10 -2 0. അപ്പൊ എ എന്ന മെട്രിക്സ് എടുത്തു, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2a കണ്ടു, ആ 2a ട്രാൻസ്പോസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ കണ്ടുവച്ച എ ട്രാൻസ്പോസ്, നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് എ ട്രാൻസ്പോസ്. ഈ എ ട്രാൻസ്പോസിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into എ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് 2 into മെട്രിക്സ് 3 -3 2 5 -1 0. എന്താ കിട്ടുക? 6 -6 4 10 -2 0. അതായത് 2a ട്രാൻസ്പോസും 2 into എ ട്രാൻസ്പോസും സെയിം ആണ്. 2a whole transpose is equal to 2 into a transpose. ഇതുപോലെ 3a whole transpose എന്തായിരിക്കും? 3 into a transpose. 5a whole transpose 5 into a transpose. So in general, if k is a scalar and a is a matrix, then ka whole transpose is equal to k into a transpose. Now another example. A is equal to matrix 3 3 2 4 2 0. So A transpose is matrix 3 4 3 2 3 2 2 0. And B equals matrix 2 -1 2 1 2 4. And B transpose is equal to 2 1 -1 2 2 4. നമ്മൾ ഈ മെട്രിക്സ് എയും ബിയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. രണ്ടും ഒരേ ഓർഡറിലുള്ള മെട്രിക്സ് ആണ്.
അപ്പോൾ ആഡ് ചെയ്യാൻ പ്രയാസമല്ല. എ പ്ലസ് ബി കാണണം. അതായത് മെട്രിക്സ് 3 3 2 4 2 0 പ്ലസ് മെട്രിക്സ് 2 മൈനസ് 1 2 1 2 4 ആഡ് ചെയ്താൽ കിട്ടുന്നത് നോക്കൂ. മെട്രിക്സ് 5 2 4 5 4 4. അപ്പോൾ എയും ബിയും ആഡ് ചെയ്തു, എ പ്ലസ് ബി കണ്ടുപിടിച്ചു. ഇനി എ പ്ലസ് ബിനെ ഒന്ന് ട്രാൻസ്പോസ് ചെയ്യാം. എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ്. ഈ കിട്ടിയ ആൻസറിന്റെ റോയും കോളവും ഒന്ന് മാറ്റി എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് 5 5 2 4 4 4. അപ്പം എയും ബിയും ഒരേ ഓർഡറിലെ രണ്ട് മെട്രിക്സ്, നമ്മൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തു, എ പ്ലസ് ബി കണ്ടുപിടിച്ചു. പിന്നെ എ പ്ലസ് ബിനെ ട്രാൻസ്പോസ് ആക്കി. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്യാണ്. എ ട്രാൻസ്പോസ് ഇവിടെ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, ബി ട്രാൻസ്പോസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ്. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് മെട്രിക്സ് 3 4 3 2 2 0 പ്ലസ് മെട്രിക്സ് 2 1 മൈനസ് 1 2 2 4. എന്താ ആഡ് ചെയ്താൽ കിട്ടുന്നത്? 5 5 2 4 4 4 തന്നെ. എന്ത് ഡെഡ്യൂസ് ചെയ്യാം ഇതിൽ നിന്ന്? എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസും ഈക്വൽ ആണ്. അതായത് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്ത് ട്രാൻസ്പോസ് ആക്കുന്നതിന് പകരം ഓരോന്നിനെയും ട്രാൻസ്പോസ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. സോ വൺ മോർ എക്സാമ്പിൾ. A is equal to matrix 1 minus 1 2 0 3 4. So A transpose is matrix 1 0 minus 1 3 2 4. Similarly, B equals matrix 2 7 minus 1 1 5 minus 4, and B transpose is 2 minus 1 5 7 1 minus 4. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. ദ പ്രൊഡക്റ്റ് എ ബി കണ്ടുപിടിക്കുകയാണ്. എ എന്ന് പറയുന്നത് matrix 1 minus 1 2 0 3 4 into matrix 2 7 minus 1 1 5 minus 4. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 2 plus 1 plus 10. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. സിംപ്ലിഫൈ ചെയ്താൽ 13 minus 2 17 minus 30. അപ്പോൾ എയും ബിയും രണ്ട് മെട്രിക്സ്, അതിന്റെ പ്രോഡക്റ്റ് എ ബി നമ്മൾ കണ്ടു. 13 minus 2 17 minus 30. ഈ എ ബിനെ ട്രാൻസ്പോസ് ചെയ്താലോ? എ ബി ഹോൾ ട്രാൻസ്പോസ് 13 17 minus 2 minus 13. അപ്പൊ നമ്മൾ ചെയ്തു വന്നത് എ ബി രണ്ട് മെട്രിക്സ്, പ്രോഡക്റ്റ് എ ബി കണ്ടു, അതിനെ ട്രാൻസ്പോസ് ആക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ട ബി ട്രാൻസ്പോസിന് എ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട്, ഇത് നമുക്ക് എ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മെട്രിക്സ് 2 minus 1 5 7 1 minus 4 ഇൻറ്റു മെട്രിക്സ് 1 0 minus 1 3 2 4. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 2 plus 1 plus 10 0 minus 3 plus 20. ഫസ്റ്റ് റോ. സെക്കൻഡ് റോ 7 minus 1 minus 8 0 plus 3 minus 16. എന്താ കിട്ടുക? സിംപ്ലിഫൈ ചെയ്താലേ 13 17 minus 2 minus 13. അതായത് എ ബി ഹോൾ ട്രാൻസ്പോസ് തന്നെ. എന്താണ് ഇതിന്റെ കൺക്ലൂഷൻ? എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ കാര്യം? ഫസ്റ്റ് വൺ, ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. The matrix obtained by interchanging the rows and columns of a matrix is called its transpose. The transpose of an m by n matrix is an n by m matrix. m by n in the matrix in the transpose n by m matrix ആയിരിക്കും. അതുപോലെ മെട്രിക്സിന്റെ ijth എലമെന്റ് അതിന്റെ ട്രാൻസ്പോസിന്റെ jith എലമെന്റ് ആയി മാറും. അതുപോലെ ട്രാൻസ്പോസിന്റെ ചില പ്രോപ്പർട്ടീസ്. A transpose whole transpose is equal to A. K into A whole transpose is equal to K into A transpose. A plus B whole transpose is equal to A transpose plus B transpose. And finally, AB whole transpose is equal to B transpose A transpose. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലെസൺ.